നിങ്ങളോട് സംസാരിക്കാനും സംസാരിച്ചുകൊണ്ടിരിക്കാനും ഒക്കെ വളരെ ഇഷ്ടമാണ്. എന്നാൽ ഇന്ന് നിങ്ങളോട് എന്തെങ്കിലും സംസാരിക്കാനുള്ള ഭാഷണ ശക്തിയോ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഗ്രഹിക്കുന്നതിനുള്ള ഗ്രഹണശക്തിയോ ഈ സന്ദർഭത്തിൽ ഇല്ല. നടക്കുന്നത് എന്താണ് എന്ന് പോലും ഗ്രഹിക്കുന്നതിന് അല്പം വൈകൽ ബുദ്ധിയിലുണ്ടാകുന്നു എന്നുള്ളത് മുന്നേ അറിയിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ യാത്രാമൊഴിയിൽ എന്തെങ്കിലും പറയേണ്ടത് പറയാതിരുന്നാലോ പറയരുതാത്തത് പറഞ്ഞാലോ നിങ്ങൾ എൻ്റെ ഈ സാഹചര്യം മനസ്സിലാക്കി പോകണമെന്ന് ഒന്നാമത് അറിയിക്കുകയാണ്. ഈ 3 വർഷക്കാലത്തെ എൻ്റെ ജീവിതകാലം വ്യക്തിപരമായും ആത്മീയമായിട്ടും എന്നെ ഒരുപാട് വളർത്തുകയും ഒരുപാട് ആത്മീയ പാഠങ്ങൾ എന്നെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് പഠിച്ചതും ഇവിടെ നിന്ന് മനസ്സിലാക്കിയതുമായ കാര്യങ്ങൾ തുടർന്നുള്ള എന്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ എന്നെ സഹായിക്കുമെന്നുള്ളതിന് 2 പക്ഷമില്ല. സ്നേഹം കൊടുത്താൽ 10 ഇരട്ടി സ്നേഹം നൽകും എന്നുള്ളതിന്റെ ഒരു ആത്മാർത്ഥമായ ഒരു പാഠമാണ് എനിക്ക് ദേവാലയത്തിൽ നിന്ന് ലഭിച്ചത്. അതിലെനിക്കും മാത്രമല്ല, എൻ്റെ ഈ കുടുംബത്തോട് നിങ്ങൾ കാട്ടിയതായ ഒരു വലിയ കടപ്പാടുണ്ട്. കാരണം എൻ്റെ കൊച്ചു കുടുംബത്തോട് കാട്ടിയതായ നിങ്ങളുടെ സ്നേഹാന്വേഷണങ്ങൾ, നിങ്ങൾ നടത്തുന്നതായ കൊച്ചു സംഭാഷണങ്ങളിൽ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നിങ്ങളുടെ കൊച്ചു കൊച്ചു ഭാഷണങ്ങൾ അതിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. പപ്പാച്ചൻ, കൊച്ചമ്മ, കുഞ്ഞുങ്ങൾ തുടങ്ങിയതായ നിങ്ങളുടെ നുറുങ്ങ സംഭാഷണങ്ങളും അന്വേഷണങ്ങളും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ 2ാമത്തെ കുഞ്ഞു പറഞ്ഞത് ഈ ദേവാലയത്തിൽ സേവനം രക്ഷിക്കുന്ന കാലയളവിലാണ്. ആ സന്ദർഭത്തിൽ ഇടവ മക്കൾ പുലർത്തിയതായ സ്നേഹാദരവുകളെ മരണം വരെ മറക്കാൻ എനിക്ക് സാധിക്കുകയില്ല. അങ്ങനെ നിങ്ങൾ കാട്ടിയതായ സ്നേഹത്തെ, എന്റെ പൗരത്വത്തോട് കാട്ടിയതായ നിങ്ങളുടെ ബഹുമാനത്തെ നന്ദി ഹൃദയത്തോടെ ആത്മാർത്ഥമായി ഓർത്തുകൊണ്ട് ഏവരോടും സ്നേഹോഷ്മളമായ നന്ദി സമർപ്പിക്കുകയാണ് എന്നിവ കർത്തവ്യം. 3 വർഷക്കാലത്തെ ഇവിടുത്തെ എന്റെ പൗരത്വ ശുശ്രൂഷയിൽ എന്നെ സഹായിക്കുകയും സ്വാധീനിക്കുകയും ചെയ്തിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്നേഹത്തിന്റെ താളത്തിൽ നിന്നുകൊണ്ട് ഏവരോടുമുള്ള നന്ദി ഞാൻ വ്യക്തിപരമായിട്ട് സമർപ്പിക്കുകയാണ്. സാഹചര്യത്തിൽ ആരെങ്കിലും പേരുകൊണ്ട് വിട്ടുപോയാൽ അത് ഓർക്കണമെന്നുള്ള കാര്യവും മുന്നേ ഓർമ്മപ്പെടുത്തുകയാണ്. അതിലൊന്നാമത്തേത്, എന്റെ ബലവും എന്റെ ബലഹീനതയും നല്ലവണ്ണം അറിയാവുന്ന, എന്നെ വഴി നടത്തിയ, നമ്മെ വഴി നടത്തുന്ന സർവശക്തന്റെ പരമകാരുണ്യമായ ദൈവത്തിന്റെ മുമ്പിൽ എന്റെ പൗരോഹിത്യ ശുശ്രൂഷയെ ഞാൻ സമർപ്പിക്കുകയാണ്. ഈ ദേവാലയത്തിൽ ഞാൻ വരുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം പരിശുദ്ധ അമ്മയുടെ ദേവാലയമാണ് എന്നുള്ളതാണ്. നിശ്ചയമായും എന്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ എന്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും മധ്യസ്ഥ വഹിക്കുന്നത് വിശുദ്ധ ദൈവമാതാവിന്റെയാണ്. ഉണരുമ്പോൾ മണി കാണുന്നതിന് കട്ടിലിന്റെ കാൽക്കൽ ഞാൻ ഉച്ചരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ പടമാണ്. കാരണം കണിയൊന്നുടങ്ങണമെങ്കിൽ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകണം. അതുകൊണ്ട് ഈ വിശുദ്ധ ബലിപീഠം നമ്മുടെ ദേവാലയത്തിലെ കാവൽ മധ്യസ്ഥത വിശുദ്ധ ദൈവമാതാവാണ് എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യം. അതുകൊണ്ട് അമ്മയെ ശുശ്രൂഷിക്കാനുള്ള ഒരു 3 വർഷക്കാലമായി ഞാൻ ഈ കാലത്തെ കണ്ടു. അതോടൊപ്പം തന്നെ വിശുദ്ധനായ ഗീവർഗീസ് സഹോദരന്റെ അനുഗ്രഹവും എല്ലാ ബുധനാഴ്ചയും മധ്യസ്ഥ കളിക്കുന്ന പരിശുദ്ധ പരമേശ്വരന്റെ സാന്നിധ്യവും എന്റെ ശുശ്രൂഷയെ എനിക്ക് ഒരിക്കലും മറക്കാത്ത ദിവസങ്ങളാക്കി തീർത്തു എന്നറിയുന്നതിൽ അല്പമായിരിക്കുന്ന സന്തോഷമുണ്ട്. പ്രിയമുള്ളവരെ, ഒരു പുരോഹിതൻ എന്ന നിലയിൽ അവന്റെ പ്രഥമ ദൗത്യം അവന്റെ ബലിപീഠത്തോടാണ് കടപ്പെട്ടിരിക്കുന്നത്. ഒരു ബലിപീഠത്തിന്റെ പരികർമ്മിയായിരിക്കുക എന്നുള്ളതാണല്ലോ ഒരു പുരോഹിതന്റെ പരമപ്രധാനമായിരിക്കുന്ന ദൗത്യം. ഈ ബലിപീഠത്തെ ശുശ്രൂഷിച്ചപ്പോൾ അതിന്റെ അനുഗ്രഹങ്ങൾ എനിക്കും എന്റെ കുടുംബ ജീവിതത്തിലും നിങ്ങളെ പോലെ ലഭിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറയുകയാണ്. സക്രിയ പുരോഹിതൻ ധൂപം അർപ്പിക്കുമ്പോൾ മാലാഖമാർ പറയുന്നുണ്ട്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവായി എന്നുള്ളത്. അതുകൊണ്ട് എന്റെ വ്യക്തിപരമായിരിക്കുന്ന ജീവിത സാഹചര്യത്തിൽ ഉത്തരം കിട്ടാതിരുന്ന പല കാര്യങ്ങൾക്കും ഉത്തരം തന്ന ബലിപീഠമാണ് ഇത്. അതുകൊണ്ട് ഈ വിശുദ്ധ ബലിപീഠത്തിൽ പരികർമ്മിയായിരുന്നത് ഞാൻ അഭിമാനത്തോടെയാണ്. നിങ്ങളെ വിട്ടുപിരിയുന്നതിലേറെ സങ്കടം ഈ ബലിപീഠത്തോട് വിട്ടുപിരിയുന്നതിൽ വ്യക്തിപരമായിട്ട് എനിക്കുണ്ട്. നിശ്ചയമായിട്ടും ആ ആത്മീയ ശുശ്രൂഷയിൽ എന്നെ ഏറെ സഹായിച്ചത് ഇടവകയിലെ ശുശ്രൂഷക സംഘമാണ്. ശുശ്രൂഷക സംഘം എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ഇടപെടലുള്ളതും അവരോട് തന്നെയാണ്. പ്രത്യേകിച്ച് ഇവിടെ അറിയിച്ചതുപോലെ കഠാനുഭവ ആഴ്ചകളിലും മറ്റ് പ്രധാന പെരുന്നാൾ സന്ദർഭങ്ങളിലും ഒക്കെ കുഞ്ഞുങ്ങളെ വിളിച്ചിരുത്തി കാര്യങ്ങൾ പരസ്പരം പഠിക്കുന്നതിന് മനസ്സിലാക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു ശീലമുണ്ട്. പിതൃസ്ഥാനീയരും
പ്രധാന ശുശ്രൂഷകനും ഒപ്പമുള്ള ശുശ്രൂഷ വലയത്തിന്റെ പ്രത്യേകമായിരിക്കുന്ന സ്നേഹവലയം ഈ തരുണത്തിൽ ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഒരു പുരോഹിതൻ ഒന്നാമത്തെ ദൗത്യം ശുശ്രൂഷകരമാണെങ്കിൽ രണ്ടാമത്തേത് ഭരണപരമാണ്. തിരുവച്ചൻ ഒരിക്കലും ഒരു നല്ല ഭരണാധികാരിയാണെന്ന് ഞാൻ അവകാശപ്പെടില്ല. സ്വാഭാവികമായും പ്രായത്തിന്റെയും അനുഭവ പരിജ്ഞാനത്തിന്റെയും കുറവുകൾ ഭരണപരമായിരിക്കുന്ന കാര്യങ്ങളിൽ എന്നിലുണ്ട്. എന്നാൽ എന്നെ അക്കാര്യത്തിൽ വളരെ സ്വാധീനിക്കുകയും സഹായിക്കുകയും ചെയ്തത് ഇടവകയുടെ ഭരണസമിതി അംഗങ്ങളാണ്. ഒരിക്കലും അവർ ഇടവകയുടെ പ്രധാനികളായിട്ടല്ല ദേവാലയത്തിലും എന്നോട് ഇടപെട്ടിട്ടുള്ളത്. ഞാൻ ഇവിടേക്ക് വന്നപ്പോൾ സ്ത്രീകൾ ഉൾപ്പെടുന്ന ഒരു ഭരണസംവിധാനമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. നിശ്ചയമായിട്ടും സഭ നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി ഈ ഇടവക വളരുന്നു എന്നുള്ളതിന്റെ പ്രകടമായിരിക്കുന്ന തെളിവായിട്ടാണ് ഞാൻ ഇതിനെ കണ്ടിരുന്നത്. ഭരണസമിതിയിൽ വന്നിട്ടുള്ള എല്ലാവരും ഇടവകയുടെ പുരോഗമന പ്രവർത്തനങ്ങളിൽ ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലെ വിജയം. പരസ്പരം സ്നേഹത്തോടും കരുതലോടും കൂടെ അവർ ഇടവകയിൽ പ്രവർത്തിച്ചിരുന്നു. പള്ളിയംഗവും ഒക്കെ വൃത്തിയാക്കി സൂക്ഷിക്കുന്നതിൽ ഭരണസമിതി അംഗങ്ങൾ കാലാകാലങ്ങളിൽ ദൈവനിയോഗത്താൽ ആ പദ്ധതിയിലേക്ക് കടന്നു വന്നിട്ടുള്ള ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് നന്ദിയോടുകൂടി ഓർക്കുകയാണ്. പ്രത്യേകിച്ച് ഭരണസമിതി അംഗങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇടവകയുടെ ട്രസ്റ്റിമാരും സെക്രട്ടറിമാരും എന്റെ ഈ കഴിഞ്ഞ കാലയളവിൽ 3 വർഷത്തെ കാലയളവിൽ 2 ട്രസ്റ്റിമാരും എന്നാൽ 4 സെക്രട്ടറിമാരുമാണ് എന്നോടൊപ്പം സഹായത്തിന് എത്തിയത്. ഇടവകയുടെ പുരോഗമന പ്രവർത്തനങ്ങളിൽ പ്രത്യേകിച്ച് സാമ്പത്തികാദി കാര്യങ്ങളിൽ വളരെ നിഷ്ഠയോടും കൃത്യതയോടും കണക്കുകൾ സൂക്ഷിക്കുക മാത്രമല്ല ദേവാലയത്തിന്റെ ആദൃശ്യമായിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ അവരുടെ പങ്കാളിത്തം വ്യക്തിപരമായിട്ട് ഞാൻ അടുത്തറിഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. നിശ്ചയമായിട്ടും സെക്രട്ടറിമാരെ തിരഞ്ഞെടുക്കുന്നത് ഈ ഇടവക വളരെ ശ്രദ്ധയോടുകൂടിയാണെന്ന് എനിക്കറിയാം. അതിന്റെ കാരണം എല്ലാവരോടും സൗഹൃദമായിട്ട് ഇടപെടുന്ന ആളുകളെയാണ് സെക്രട്ടറിമാരായിട്ട് തെരഞ്ഞെടുത്തത്. അത് നിങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകതയായി കാണാം. ഈ 4 പേരും ഇടവകയ്ക്ക് മാത്രമല്ല വ്യക്തിപരമായിട്ടും വളരെയേറെ സ്നേഹവും കടപ്പാടുമുള്ളവരാണ്. പ്രത്യേകിച്ച് ഓഫീസ് സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളിൽ റെക്കോർഡുകൾ എഴുതി സൂക്ഷിക്കുന്നതിലൊക്കെ അവർ പുലർത്തിയിട്ടുള്ള അവരുടെ സേവന മഹാത്മ്യത്തെ നിശ്ചയമായിട്ട് ഞാൻ സ്മരിച്ചുകൊണ്ട് ട്രസ്റ്റിമാരും സെക്രട്ടറിമാരും ഉൾപ്പെടെയുള്ള ഇടവകയുടെ ഇപ്പോൾ പ്രവർത്തിക്കുന്നതും കഴിഞ്ഞ നാളിൽ എന്നോടൊപ്പം പ്രവർത്തിച്ചതുമായ ഭരണസമിതി അംഗങ്ങളെ നന്ദിയോടുകൂടെ ഈ തരുണത്തിൽ ഞാൻ ഓർക്കുകയാണ്. മൂന്നാമതായി ഞാൻ ഓർക്കുന്നത് ഇടവകയേറെ സജീവമാക്കിയ ആത്മീയ സംഘടനാ പ്രവർത്തകരോടും അതിന് നേതൃത്വം വഹിച്ച പ്രിയപ്പെട്ടവരോടുമാണ്. അതിൽ ചെറു സംഘടനകളിൽ നിന്ന് ഞാൻ നന്ദി പ്രകാശിപ്പിക്കാൻ ആരംഭിക്കുകയാണ്. ഒന്നാമത്തേത് സൺഡേ സ്കൂൾ കുടുംബവും ബാലസമാജവുമാണ്. ഇവിടെ ഓർമ്മപ്പെടുത്തിയതുപോലെ കൊച്ചു കുഞ്ഞുങ്ങൾ എപ്പോഴും എന്റെ ശുശ്രൂഷയുടെ ബലഹീനതയാണ്. നിശ്ചയമായിട്ടും കർത്താവ് പറഞ്ഞതുപോലെ അവരെ പോലെ ആയിത്തീരാൻ എന്റെ ശുശ്രൂഷ ഇടയാക്കണമേ എന്ന് ചിലപ്പോഴെങ്കിലും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്റെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെ അത്യധികമായിട്ട് സ്നേഹിക്കുകയും കരുതുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സൺഡേ സ്കൂളിന്റെ ഒരു പ്രത്യേകതയാണ് ഏതൊരു ആവശ്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയാലും കൊണ്ടേ വെളുത്തുള്ളൂ. അത്രമാത്രം സ്നേഹപൂർവ്വമായിരിക്കുന്ന സമ്മാനങ്ങൾ നേടിയെടുക്കാൻ പ്രാപ്തരായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അവരെ പഠിപ്പിക്കുവാൻ വളരെ സമർത്ഥരായ അധ്യാപകർ, പ്രത്യേകിച്ച് ടെക്നിക്സായ ഉൾപ്പെടെയുള്ള സൺഡേ സ്കൂൾ അധ്യാപകരോട് ബാലസമാജത്തിന്റെ പ്രവർത്തകരോട് എനിക്കുള്ള വിശാലമായിരിക്കുന്ന നന്ദി ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. അടുത്തതായിട്ടുള്ളത് യുവാക്കന്മാരായ സ്നേഹിതന്മാരാണ്. അവരെ അല്പമേറെ കരുതിപ്പോയി എന്നൊരു പരാതി എനിക്കുണ്ട് എന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. എന്നാൽ ഞാൻ അതിൽ അഭിമാനിക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്റെ കുഞ്ഞുങ്ങളിൽ ആരും എന്റെ കാലയളവിൽ നഷ്ടപ്പെട്ടു പോയിട്ടില്ല എന്ന് എനിക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ കഴിയും. അതുകൊണ്ട് ഞാൻ എന്റെ അഭിമാനത്തോടെയാണ് നിൽക്കുന്നത്. അത് ഈ യുവന പ്രസ്ഥാനത്തിന് MUCS വന്ന് പ്രവർത്തിക്കുന്നവരോട് മാത്രമല്ല, ഈ ഇടവകയിലെ 15നും 45 വയസ്സിനും മധ്യത്തിലുള്ള എല്ലാ യുവാക്കന്മാരോടും വ്യക്തിപരമായ ഒരു ബന്ധം കാത്തു സൂക്ഷിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിശ്ചയമായിട്ടും അതിൽ സംഘടനാ രീതിയിൽ പ്രവർത്തിച്ച MUCS യുവജന പ്രസ്ഥാനത്തിലെ എല്ലാ പ്രവർത്തകരോടും എന്നെ ഒരു ജ്യേഷ്ഠനായി പരിഗണിച്ച, എന്നെ ഒരു പിതാവായി ബഹുമാനിച്ച എന്റെ ഇടവകയിലെ എല്ലാ യുവജന പ്രസ്ഥാനത്തിന്റെയും MUCS പ്രവർത്തകരോടും പ്രത്യേകമായിരിക്കുന്ന നന്ദി സ്നേഹത്തോടെ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ആരാധകരമായിരിക്കുന്ന കാര്യങ്ങൾക്ക് നേതൃത്വം നൽകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നിക്കൽ കാഴ്ച ഓർമ്മപ്പെടുത്തിയതുപോലെ ഗായക സംഘത്തിന്റെ വിസ്തൃതമായിരിക്കുന്ന പങ്ക് ഏറ്റവും ശ്രേഷ്ഠമാണ്. ശുശ്രൂഷ സംഘം ഒരു ഭാഗത്തും മറുഭാഗത്ത് ഗായക സംഘവും ആത്മാർത്ഥമായി ഗീതങ്ങളും കാര്യങ്ങളും പ്രതിവാദികളായിട്ട് പറയുന്നതാണ് ഏറ്റവും
സംതൃപ്തിയോടെ ആരാധനകളെ പൂർണ്ണമാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും ഉപരിയായി എന്റെ ചുറ്റിലുമിരിക്കുന്ന മാതാപിതാക്കളുടെ സ്നേഹം, എന്റെ ശബ്ദമൊന്ന് ഇടറിയാൽ, എന്റെ മുഖമൊന്ന് വാടിയാൽ തിരിച്ചറിയുന്ന എന്റെ അമ്മമാരും പിതാക്കന്മാരും ഇവിടെയുണ്ട്. നിശ്ചയമായിട്ടും അമ്മമാരുടെ വാത്സല്യം എന്തെന്നും സ്നേഹത്തിന് എന്തുമാത്രം ആഴമുണ്ടെന്നും കരുതലിന് ജീവിതത്തിൽ എന്തുമാത്രം വിലയുണ്ടെന്നും ഭക്ഷണത്തിൽ എത്രമാത്രം രുചിയുണ്ടെന്നും പഠിപ്പിച്ച ദേവാലയം. കർത്താവ് പറഞ്ഞ അതേ വാക്യം തന്നെ ഞാൻ പറയുന്നു, ഇവരാണ് എൻ്റെ അമ്മമാർ. അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ എൻ്റെ മാതൃവാത്സല്യം ഇവിടുത്തെ അമ്മമാർ എനിക്ക് ആഗോളം നൽകിയിട്ടുണ്ട് എന്ന് ആത്മാഭിമാനത്തോടുകൂടിയാണ് ഞാൻ പറയുന്നത്. വെള്ളിയാഴ്ച പ്രാർത്ഥന എന്ന നിലയിൽ ഈ ഇടവകയിൽ കഴിഞ്ഞ നാളുകളിൽ വന്ന് സംബന്ധിക്കാൻ ഭാഗ്യവും അവസരവും ലഭിച്ചിട്ടുണ്ട്. നിശ്ചയമായിട്ടും ഇവിടുത്തെ ഭക്തപരി സമാജത്തെ സംബന്ധിച്ച് എനിക്ക് അഭിമാനമാണുള്ളത്. കാരണം മലങ്കര സഭയിൽ ഏറ്റവും വ്യക്തമായിരിക്കുന്ന രീതിയിൽ ഇവിടുത്തെ സമാജത്തിന്റെ പ്രവർത്തനങ്ങളെ മുൻനിർത്തിക്കൊണ്ടു പോകുവാൻ സാധിച്ചു എന്നുള്ളത് തികച്ചും അഭിമാനകരമാണ്. അമ്മമാർ എന്നെ ഈ വിധത്തിൽ കരുതിയെങ്കിൽ എന്റെ ഇടവകയിലെ പിതാക്കന്മാർ എനിക്ക് പരിപൂർണ ബലം നൽകിയിട്ടുള്ളവരാണ്. എന്റെ ഇടവകയിലെ പിതാക്കന്മാരെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, നല്ലത് കണ്ടാൽ പ്രോത്സാഹിപ്പിക്കുകയും തീയതി കണ്ടാൽ മുഖത്ത് നോക്കി പറയുകയും ചെയ്യും. നിശ്ചയമായിട്ടും ഒരു വ്യക്തിയുടെ വളർച്ചയ്ക്ക് ഇത് രണ്ടും അനിവാര്യമാണ്. നല്ലത് കണ്ടാൽ പ്രോത്സാഹിപ്പിക്കുകയും തെറ്റ് കണ്ടാൽ അത് തിരുത്തക്ക വിധത്തിൽ അത് പറയുകയും ചെയ്യും. നിശ്ചയമായിട്ടും ഒരു പുരോഗമന ശുശ്രൂഷ ഈ രണ്ട് ദൗത്യങ്ങളും ഏറ്റെടുക്കേണ്ടതാണ്. ആ വിധത്തിൽ എന്നെ പഠിപ്പിച്ച എന്റെ പിതാക്കന്മാരോട് എനിക്ക് പ്രത്യേകമായിരിക്കുന്ന നന്ദിയുണ്ട്. എന്റെ ഇടവകയിലെ പിതാക്കന്മാരെ നല്ലവണ്ണം കരുതുകയും ഒരു പുരോഹിതൻ എന്ന നിലയിൽ ബഹുമാനിക്കുകയും ഒരു മകൻ എന്ന നിലയിൽ എന്നെ ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകമായിരിക്കുന്ന നന്ദി ആ വിധത്തിൽ അറിയിക്കുകയാണ്. വിശേഷിച്ച് ഞായറാഴ്ച നടക്കുന്നതായ പ്രാർത്ഥനാ യോഗങ്ങൾ 5 പ്രാർത്ഥനാ യോഗങ്ങളായിട്ട് തിരിച്ച് ഇടവകയുടെ പ്രസക്തി, പ്രാർത്ഥനാ യോഗത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്ന പ്രാർത്ഥനാ യോഗങ്ങൾ. പ്രിയമുള്ളവർ, ഈ വിധത്തിൽ എന്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ എന്നെ ദൃശ്യമായിട്ട് സഹായിച്ചിട്ടുള്ളവരാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. എന്നാൽ അദൃശ്യമായിരിക്കുന്ന ഒരു പങ്ക് വഹിച്ചിട്ടുള്ളവർ വിദേശത്ത് താമസിക്കുന്ന എന്റെ ഇടവകയിലെ പ്രിയപ്പെട്ടവരാണ്. വിദേശത്ത് പോയി ജോലി തിരക്കിനിടയിലും എന്നെ ഒരു പ്രാവശ്യമെങ്കിലും വിളിക്കാത്ത വളരെ ചുരുക്കമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയ്ക്ക് അഭിമാനിക്കത്തക്ക വിധത്തിൽ MCMI സംഘടന കൂടെയുണ്ട്. അവരും ജീവകാരുണ്യപരമായിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഇടവകയെ ഏറെ സഹായിച്ചിട്ടുള്ളവരാണ്. വിദേശങ്ങളിൽ ജോലി തിരക്കിനിടയിലും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന എല്ലാവരോടുമുള്ള നന്ദി സ്നേഹത്തോടുകൂടി അറിയിക്കുകയാണ്. ദിവ്യബോധനം എന്ന മഹത്തായ സങ്കല്പത്തോടെ ചേർന്ന് പഠിക്കുന്ന പ്രിയപ്പെട്ടവരോടും അത് നേതൃത്വം നൽകുന്നവരോടും പ്രത്യേകമായിരിക്കുന്ന നന്ദി ഈ തരണത്തിൽ ഞാൻ അറിയിക്കുകയാണ്. നിശ്ചയമായിട്ടും ഒരു ഇടവകയുടെ പ്രവർത്തനങ്ങൾ ഇടവകയ്ക്ക് പുറത്തേക്ക് കൊണ്ടുപോകത്തക്ക വിധത്തിൽ ഭദ്രാസന പ്രതിനിധികളായിരിക്കുന്ന തെക്കേപ്പടമ്പളിൽ ശ്രീ KV മാത്യു അവர்களுം വടക്കേക്കൊത്തുകളിൽ പ്രിയപ്പെട്ട PM വർഗീസ് അവர்கள் ഭദ്രാസനത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് ഇവിടെ വരാൻ സാധിക്കാത്ത രോഗികളായിരിക്കുന്നവരോടും പ്രായമുള്ളവരോടും കൂടെ എന്റെ വിശാലമായിരിക്കുന്ന നന്ദി സ്നേഹത്തോടുകൂടെ ഞാൻ അറിയിക്കുകയാണ്. രണ്ടുപേർ കൂടെ നന്ദി സമർപ്പിച്ചെങ്കിൽ മാത്രമേ എന്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ ആത്മാർത്ഥമായ ഒരു പൂർണ്ണത കൈവരികയുള്ളൂ. അത് ഒരപ്പനെ പോലെ ഓടി നടന്ന് പ്രായവും ക്ഷീണവും അനുഭവക്കാതെ എന്റെ കാര്യങ്ങൾ നോക്കിത്തളർന്ന പ്രിയപ്പെട്ട പശ്ചാത്തലമാണ്. നിശ്ചയമായിട്ടും ഏറ്റവും അവസാനത്തെ മാസങ്ങളിൽ അദ്ദേഹത്തിന് ശാരീരികമായിരിക്കുന്ന ക്ഷീണമുണ്ട് നമുക്കറിയാം. എന്നാൽ പ്രായത്തിന്റെയും ക്ഷീണത്തിന്റെയും മധ്യത്തിൽ ഇടവകയുടെ പലവിധമായിരിക്കുന്ന കാര്യങ്ങളിൽ കാലത്ത് വൈകിട്ടും ദേവാലയത്തിൽ വന്ന് ആവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ നൽകുന്നു. മാത്രമല്ല ആരാധനയ്ക്ക് ശേഷവും ഞായറാഴ്ചകളിലുമൊക്കെ വ്യക്തിപരമായിട്ട് എനിക്കും വേണ്ടതായ കാര്യങ്ങൾ ചെയ്തു തരുവാൻ അദ്ദേഹം പ്രായത്തെ മറന്ന് ക്ഷീണത്തെ മറന്ന് എന്നോട് കാട്ടിയതായ മനോഭാവത്തിനും പ്രത്യേകമായിരിക്കുന്ന നന്ദി അറിയിക്കുന്നു. ഒപ്പം വെള്ളമാമ ഈ ദേവാലയത്തിന് വേണ്ടി ചെയ്തു തരുന്നതായ കാര്യങ്ങളെ കുറിച്ചും നിശ്ചയമായിട്ട് ഓർക്കേണ്ടതുണ്ട്. ഇടവകയുടെ വൃത്തിപരമായിരിക്കുന്ന കാര്യങ്ങളിൽ ആ പ്രിയപ്പെട്ട മാതാവിന്റെ അനാരോഗ്യത്തിലും ആ പ്രിയപ്പെട്ട മാതാവ് ഇടവകയെ കരുതുന്നു എന്നറിയുന്നതിൽ സ്നേഹപുഷ്പമായിരിക്കുന്ന നന്ദി രണ്ടുപേരെയും അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് ഒരു മഹത്തായ ജംഗ്ഷനിലാണ്. നിശ്ചയമായിട്ടും ഇവിടേക്ക് വരുന്നതിന് മുമ്പ് സാധാരണ ആരാധനയ്ക്ക് വരുമ്പോൾ 1/2 മണിക്കൂർ നേരത്തെയും 3/4 മണിക്കൂർ നേരത്തെയും ഒക്കെ വരും. പലപ്പോഴും ഗേറ്റ് അടഞ്ഞു കിടക്കുകയായിരിക്കും. ആ സന്ദർഭത്തിൽ ആദ്യം ഇവിടെയുള്ള വ്യാപാരി വ്യവസായികളോടും ഓട്ടോറിക്ഷ സ്നേഹിതന്മാരോടും സ്നേഹം പറയുന്നത് അങ്ങനെയാണ്. അവിടെ വന്ന് നിൽക്കുന്നവരെ അവർ ഓടി വന്ന് ഗേറ്റ് തുറന്നു തരും. നിശ്ചയമായിട്ടും എന്റെ വാഹനമാണ് മുമ്പിൽ വന്ന് നിൽക്കുന്നത് കണ്ടാൽ അവർ ഓടി വന്ന്
എന്നോട് ഒരു വാക്ക് സ്നേഹം പുലർത്തിയിട്ട് മാത്രമേ എന്നെ ദേവാലയത്തിലേക്ക് കടത്തിവിടാറുണ്ടായിരുന്നുള്ളൂ. നിശ്ചയമായിട്ടും എനിക്ക് ആ വിധത്തിലുള്ള ഒരു കടപ്പാട് ഇവിടെയുള്ള ആ സ്നേഹിതന്മാരോടുണ്ട് എന്ന് അവർ കേൾക്കുന്നില്ല എങ്കിൽ പോലും അറിയിക്കേണ്ട ചുമതല എനിക്കുണ്ട്. നിങ്ങൾ ഇവിടെ അറിയിച്ചതുപോലെ ഇവിടെയുള്ള സമീപ പ്രദേശത്ത് താമസിക്കുന്ന അക്രൈസ്തവരായിരിക്കുന്ന ഭവനങ്ങൾ നിശ്ചയമായിട്ടും ഈ ദേവാലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം വിളിക്കത്തക്ക വിധത്തിൽ അവരുടെ സ്നേഹവും കരുതലും നമുക്ക് അത്യന്താപേക്ഷിതമാണ്. അവർ പെരുന്നാൾ ദിവസങ്ങൾ കാട്ടുന്നതായ സ്നേഹത്തെ വിലമതിക്കുന്നു. ഒപ്പം അവർ എന്നോട് കാട്ടിയതായ സ്നേഹത്തിനും പ്രത്യേകമായിരിക്കുന്ന നന്ദി നമുക്ക് അറിയിക്കുകയാണ്. ചുരുക്കത്തിൽ എന്റെ ജീവിതത്തിലെ സുപ്രധാനമായ 3 വർഷക്കാലം 31 വയസ്സ് കഴിഞ്ഞപ്പോൾ ദേവാലയത്തിൽ വന്നു. കർത്താവ് പീഡനുഭവിച്ച 33 വർഷത്തെ സമയത്തുമൊക്കെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. 35 വയസ്സിൽ ഞാൻ ഇവിടെ നിന്ന് പിന്മാറുന്നു. നിശ്ചയമായിട്ടും എന്റെ യൗവനകാലത്ത് നിങ്ങളുടെ ഇടയിൽ വന്ന് ശുശ്രൂഷിക്കാൻ എനിക്ക് ലഭിച്ചതായ ഭാഗ്യം അത് നിസ്തുലമാണ്, വാക്കുകൾക്ക് അപ്പുറത്താണ്. ഏതായിരുന്നാലും 3 വർഷങ്ങൾക്ക് ശേഷം പടിയിറങ്ങുക എന്നുള്ളത് ഏതൊരു പുരോഹിതനും വരുമ്പോൾ മനസ്സിൽ കുറിച്ചിടേണ്ടതാണ്. അതുകൊണ്ട് വന്നപ്പോൾ തന്നെ പോകേണ്ടിയവനാണ് നീ എന്ന ബോധ്യം എന്നിലുണ്ട്. ഏതായിരുന്നാലും എല്ലാവർക്കും നന്ദി ഉണ്ടാകട്ടെ, എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാകട്ടെ, എല്ലാവർക്കും നന്മ നിറഞ്ഞ ഹൃദയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചുരുക്കത്തിൽ തുടർന്നുള്ള നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകൾ ഞാൻ അർപ്പിക്കത്തക്ക വിശുദ്ധ കുർബാനകൾ ദൈവസന്നിധി എത്തിക്കൊള്ളേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എനിക്ക് വേണ്ടി മാത്രമല്ല, എന്റെ ബലഹീനമായിരിക്കുന്ന കുടുംബത്തിന് വേണ്ടിയും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വ്യക്തിപരമായ എന്റെ യാത്രാമൊഴി ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ആരെങ്കിലും വ്യക്തിപരമായിട്ട് വിട്ടുപോയെങ്കിൽ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്റെ ശുശ്രൂഷ ഞാനിവിടെ പൂർണ്ണമാക്കുന്നു. എല്ലാവരുടെയും പാദപീഠത്തെങ്കിൽ എന്റെ സ്ഥിരമായിരിക്കുന്ന സ്നേഹവും പ്രാർത്ഥനയെ ഞാൻ സമർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ ശക്തരാക്കട്ടെ.